അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ പെട്ടെന്ന് കയറി വന്നു ചോദിച്ചത്, ക്യാരറ്റ് ഹൽവ, ഈ പരസ്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇത് ഭയങ്കര നൊസ്റ്റാൾജിയായിട്ടുള്ള പരസ്യമാണല്ലേ. ഇതിൽ ആക്ട്രസിൻ്റെ എക്സ്പ്രഷനൊക്കെയാണ്, ഹോക്കിൻസ്ക്ക് വേണ്ടിയതുകൊണ്ടല്ലോ. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. എന്തായാലും കുട്ടികളുടെ നിരന്തരമായ ഒരു ആവശ്യപ്രകാരമാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. എല്ലാ അലുവയ്ക്കും ഓരോ കാരണങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ ഇപ്പോൾ എന്തായാലും ആദ്യം തന്നെ ഇതിൽ കാഷ്യൂസൊക്കെ വറുത്തെടുത്തേ. കാഷ്യൂസൊക്കെ എന്തിനാണ് ആദ്യം തന്നെ ചെയ്തെടുത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് അവസാനം ചേർത്താലും മതി കേട്ടോ, ഡെക്കറേഷൻ പോലെയൊക്കെ. ഇത് ഞാൻ പിന്നെ അവസാനമാകുമ്പോൾ മറക്കും, അപ്പോൾ അതിനേക്കാളും നല്ലത് ആദ്യം തന്നെ ഇടുന്നതാണ്. പിന്നെ ഒരു 4-5 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പാലും. കാറ്റൽവി ആയതുകൊണ്ടാണ് ഇത്രയും വലിയ ഇൻട്രക്ഷൻ തന്നെ കൊടുക്കേണ്ടി വന്നത്. എപ്പോഴും എനിക്കതിനെപ്പറ്റി ഓർക്കുമ്പോൾ ആ ഒരു പരസ്യം ഓർമ്മ വരാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് പിന്നെ ഒരു ഗ്ലാസ് പാലൊഴിച്ച്, പാലും കൂടെ ഒഴിച്ച് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പാൽപ്പൊടിയൊക്കെ ചേർക്കാം, അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ടേസ്റ്റ് ആവും. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തായാലും പാൽപ്പൊടിയൊന്നും ഇല്ലായിരുന്നു, അപ്പോൾ ഉള്ളത് കൊണ്ട് ഞാൻ ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ചെയ്ത് കൊടുത്ത ഒരു ഐറ്റമാണ്. അപ്പോൾ നല്ല മണമായിരുന്നു, നെയ്യുടെയൊക്കെ മണം. നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത്, വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല മണമൊക്കെ ആയിരുന്നു. കുട്ടികൾ അപ്പോഴപ്പോഴും ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു, അവർക്ക് സത്യം പറഞ്ഞാൽ ക്ഷമയില്ല. പിന്നെ ഇത് റെഡിയാക്കി തണുക്കാനൊന്നും നിന്നില്ല, ചൂടോടെ തന്നെ കുട്ടികൾക്ക് കോരി കൊടുത്തു. അവർ ആ ചെറിയ ചൂടോടെ തന്നെ കഴിച്ചു കേട്ടോ. എല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർക്ക് ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതാണല്ലോ നമുക്ക് വേണ്ടത്. ഇനി ഒരു അവസരത്തിൽ ഈ ഒരു കാര്യം കൂടെ പറയാതെ പോകാൻ വയ്യ. കുട്ടികൾ എന്താഗ്രഹിച്ചാലും നമ്മളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ അതങ്ങ് നടത്തി കൊടുക്കണം എന്നാണല്ലോ പ്രമാണം. അത് ഞാനങ്ങ് സാധിച്ചു കൊടുത്തു. എല്ലാവരും തയ്യാറാക്കി നോക്കണം.